So first category of antimicrobial agent is sulfonamide. അപ്പോൾ sulfonamide categoryയിൽ നമുക്ക് വരുന്നത് analogues of parabenzoic acid. Okay, so sulfonamides എന്ന് പറയുന്നത് they are analog of para amino benzoic acidന്റെ അനലോഗിനെയാണ് നമ്മൾ സൾഫണമൈഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് പാരാ അമിനോ ബെൻസോയിക് ആസിഡിന്റെ ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ അനലോഗുകളെയാണ് നമ്മൾ സൾഫണമൈഡ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഓൾസോ ദേ ആർ ഡെറിവേറ്റീവ്സ് ഓഫ് സൾഫാനിലമൈഡ്. സൾഫാനിലമൈഡ് എന്താ പാരാ അമിനോ ബെൻസോയിക്കിന് പകരം ബെൻസീൻ സൾഫണമൈഡ്, ബെൻസോയിക് ആസിഡിന് പകരം ബെൻസീൻ സൾഫണമൈഡിനെയാണ് സൾഫ അനിലമൈഡ് എന്ന് പറയുന്നത്. സോ ബേസിക് ആയിട്ടുള്ള ഒരു സൾഫ അനിലമൈഡ് സ്ട്രക്ചർ എടുക്കുന്നു. ആ സൾഫ അനിലമൈഡ് സ്ട്രക്ചറിലാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ആസ് what sulfonamide. Sulfonamides are analogues of para amino benzoic acid inde para amino benzoic acid ആണ് നമ്മൾ sulfonamides എന്ന് പറയുന്നത്. they are para amino benzoic acid and they are derivatives of sulfa anilamide. sulfa anilamide എന്താണ് para amino benzene sulfonamide നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? we will call as സൾഫ അനിലമൈഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി നമുക്ക് ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് മുമ്പോട്ട് പോകാം. സോ ദർ ആന്റി മൈക്രോബിയൽ ഏജന്റ്സ് വിച്ച് കണ്ടെയ്ൻ സൾഫോണമൈഡ് ഗ്രൂപ്പ്സ്. ഓക്കെ, സൾഫോണമൈഡ് ഗ്രൂപ്പ്സ് ഉള്ള ഏജന്റ് ആണ്. സൾഫോണമൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചർ എങ്ങനെയാ? ഒരു അമൈനും ഉണ്ട്, ഒരു NH2 ഫോർത്ത് പൊസിഷൻ ഒരു അമീനും, പിന്നെ സൾഫോണമൈഡ് ഗ്രൂപ്പും ഉണ്ട്. ഇത് SO2 NH2 ആണ് സൾഫോണമൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ഈ SO2 NH2 ആൻഡ് NH2 അമീൻ ഗ്രൂപ്പും ഉണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ ഡിഫറെന്റ് കാറ്റഗറീസ് ഉണ്ട്. ഓക്കെ, സോ ഇവരെ സൾഫ ഡ്രഗ്സ് എന്ന് പറയാറുണ്ട്. മെയിൻലി നമ്മൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഗൗട്ട്, ഇതിനൊക്കെയാണ് സൾഫണമൈഡിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ കെമിക്കൽ നേച്ചർ ഏജന്റ്സ് ദാറ്റ് ഹാവ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഓൺ അമൈഡ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെപ്പറ്റി പഠിക്കാം. ഒന്ന് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡ്യൂറേഷൻ ഓഫ് ആക്ഷനെ വെച്ചിട്ടാണ്. ഒന്ന് ഷോർട്ട് ആക്ടിങ്, പിന്നെ ഇന്റർമീഡിയറ്റ് ആക്ടിങ്, ലോങ് ആക്ടിങ്, ലോക്കൽ ആക്ടിങ്, ഇങ്ങനെയുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് ഷോർട്ട് ആക്ടിങ്. ഷോർട്ട് ആക്ടിങ്ങിന്റെ എക്സാമ്പിൾ ആണ് സൾഫ ഡയസീനും സൾഫീസോക്സസോളും. ഓക്കെ, സൾഫീസോക്സസോളും സൾഫ ഡയസീനും ഷോർട്ട് ആക്ടിങ് ആണ്. ഇന്റർമീഡിയറ്റ് ആക്ടിങ് ആണ് സൾഫ മെത്തോക്സസോള്. ഓക്കെ, സൾഫ മെത്തോക്സസോള്. ലോങ് ആക്ടിങ് ആണ് സൾഫ ഡോക്സിൻ, സൾഫ മെത്തോക്സി പൈറിഡസീൻ. ആൻഡ് ലോക്കൽ ആക്ടിങ് ആണ് സൾഫ അസെറ്റമൈഡ്, സിൽവർ സൾഫ ഡയസീൻ ആൻഡ് മെഫിനൈഡ്. സോ ഷോർട്ട് ആക്ടിങ് സൾഫ ഡയസീൻ, ലോങ് ആക്ടിങ് സൾഫ ഡോക്സീൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി കെമിസ്ട്രി പറയുകയാണെങ്കിൽ നമുക്ക് കെമിസ്ട്രി ഇതിന്റെ ഒപ്പം തന്നെ എടുക്കാം. സോ അമൈഡ് ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും അമൈഡ് ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും അനുസരിച്ചിട്ടും അതിന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, അമൈഡിന്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന ഏജന്റ്സ് ആണ് സൾഫ ഡൈസീൻ. ഓക്കെ, സൾഫണമൈഡ്. അപ്പം ഫസ്റ്റ് പൊസിഷനിൽ അമൈഡിന്റെ അവിടെ ചേഞ്ച് വരുമ്പോൾ ഉണ്ടാകുന്നതാണ് സൾഫ ഡൈസീന്, സൾഫ ഡൈമെത്തോക്സിന്, സൾഫ അസെറ്റമൈഡ്, സൾഫ മെത്തോക്സസോള്, സൾഫ മെത്തോക്സി പിരിഡസീൻ, സൾഫ ഗുവാനിഡീൻ ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ദെൻ ബോത്ത് അമിനോ ഗ്രൂപ്പിലും അതേപോലെ അമൈഡ് ഗ്രൂപ്പിലും രണ്ടിടത്തും വരുന്നതാണ് സബ്സിനൈൽ സൾഫാതൈസോളും താലൈൽ സൾഫാതൈസോളും. ഏതൊക്കെയാണ്? സബ്സിനൈൽ സൾഫാതൈസോൾ ആൻഡ് താലൈൽ സൾഫാതൈസോൾ. ഇവര് രണ്ടിടത്തും ആക്ഷൻ തരുന്നുണ്ട്. ബോത്ത് അമിനോ അല്ലെങ്കിൽ അമൈൻ അടുത്ത് രണ്ടിടത്തും സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നതാണ് സബ്സിനൈൽ സൾഫാതൈസോൾ അല്ലെങ്കിൽ താലൈൽ സൾഫാതൈസോൾ. ഓക്കെ, സോ ഒരു സ്യൂഡോ ആയിട്ടൊരു ആക്ഷൻ അല്ലെങ്കിൽ അമിനോ ഫങ്ഷണൽ ഗ്രൂപ്പ് ബെൻസീൻ ന്യൂക്ലിയസ് എന്ന് മിസ് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ഡ്രഗ് ആണ് മെഫിനൈഡ്. ഓക്കെ, MEFINID. ഓക്കെ, ഇനി ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി പറയാനാണെങ്കിൽ സൾഫണമൈഡ് ഇൻഹിബിറ്റ്. സൾഫണമൈഡ് എന്ന് പറയുന്നത് ബ്രോഡ് സ്പെക്ട്രം ആണ്. ഇറ്റ് ആക്ട് ഓൺ ബോത്ത് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ, ആക്ടിനോമൈസിസ് ആൻഡ് നോകാർഡിയ. ഏതൊക്കെയാണ്? ആക്ടിനോമൈസിസ് ആൻഡ്
nocardia. So gram positive and gram negative bacteria on the actinomyces and nocardia, chlamydia, then P. falciparum, then toxoplasma gondii. ഇതെല്ലാം എന്താണ് സൾഫണമൈഡ്സ് ഇൻഹിബിറ്റ് നോക്കാർഡിയ, ആക്ടിനോമൈസിസ്, gram positive and gram negative bacteria, then chlamydia, P. falciparum, toxoplasma gondii, then sulfonamides പ്രധാനമായിട്ടും എന്താണ് ബാക്ടീരിയോസ്റ്റാറ്റിക്. ഇത് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. സൾഫണമൈഡ് ബാക്ടീരിയോസ്റ്റാറ്റിക് ആണ്. മെക്കാനിസം എന്താണ്? സ്ട്രക്ചറലി പാബയോട് പാരാ അമിനോ ബെൻസോയിക് ആസിഡിനോട് സിമിലർ അല്ലേ, ബിക്കോസ് ദേ ആർ അനലോഗ്. സോ ഇവരെന്ത് ചെയ്യും? ഇവര് നമ്മുടെ ബോഡിയിലുള്ള പാബയായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നു, പാബയിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു. സോ ദേ വിൽ ഇൻഹിബിറ്റ് ദ enzyme folic acid synthase. Folic acid synthase നെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. പാരാ അമിനോ ബെൻസോയിക് ആസിഡ് എന്ന് ഡൈഹൈഡ്രോ ഫോളിക് ആസിഡ് ആകുന്ന സ്റ്റെപ്പ് അവിടെ സ്റ്റോപ്പ് ആകുന്നു. സോ ഫോളിക് ആസിഡ് ബാക്ടീരിയൽ ഗ്രോത്തിന് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. സോ പാപ ഇൻഹിബിറ്റഡ് ആവുന്നു. പാപ ഫോളിക് ആസിഡ് സിന്തറ്റൈസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡൈഹൈഡ്രോ ഫോളിക് ആസിഡ് ആകുന്നില്ല. ദെൻ ഫാർമക്കോകൈനറ്റിക്സ്. സൾഫണമൈഡ്സ് സൾഫാഡൈസീൻ, സൾഫീസോക്സോൾ, സൾഫാമെത്തോക്സോൾ, സൾഫാഡോക്സിൻ, സൾഫാമെത്തോക്സി, പൈറിഡസീൻ, സൾഫാസെറ്റമൈഡ്, സിൽവർ സൾഫാഡൈസീൻ, മെഫിനൈഡ് ഒക്കെ എക്സാമ്പിൾസ് ആണ്. സോ ഫാർമക്കോകൈനറ്റിക്സ് എടുക്കുകയാണെങ്കിൽ sulfonamides except sulfasalazines, they are well absorbed from the stomach and intestine. നമുക്ക് തന്നെ അറിയാം അല്ലെ, സൾഫ സാലസീൻ എന്നുള്ള ഒരു ഡ്രഗ് ഒഴിച്ചാൽ സാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രഗ് ഉണ്ട്. ഓക്കെ, സോ sulfonamides except sulfasalazine, they are well absorbed from stomach and intestine. പ്ലാസ്മ പ്രോട്ടീൻസിനോട് ബൗണ്ട് ആവുന്നുണ്ട്. വെൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ബോഡി ഇൻക്ലൂഡിങ് ബോഡി ഫ്ലൂയിഡ്സ്. CSF-ലും ഒക്കെ അത് ബോഡി ഫ്ലൂയിഡ്സിലും ഒക്കെ ഈസി ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. സൾഫണമൈഡ്സ് മെറ്റബിലൈസ് ചെയ്യുന്ന അസറ്റൈലേഷൻ വഴിയാണ് ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ അസറ്റൈലേറ്റഡ് ആയിട്ടുള്ള സൾഫണമൈഡ്സ് യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്യും. ഓക്കെ, സോ സൾഫണമൈഡ് എന്ന് പറയുന്ന കാറ്റഗറിയുടെ പ്രധാനമായിട്ട് കോമൺ ആയിട്ട് കാണുന്ന സൈഡ് ഇഫക്റ്റ് ആ പറയുന്നത് കേട്ടോ. സൾഫണമൈഡിനകത്ത് സൾഫാസാലസീൻ ഒഴിച്ച് ബാക്കിയെല്ലാം വെൽ അബ്സോർബ്ഡ്, വെൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഓറലി. ദെൻ ഫ്രീ ആയിട്ടുള്ള സൾഫണമൈഡ്സ് എന്ത് സംഭവിക്കും? ഫ്രീ ആയിട്ടുള്ള സൾഫണമൈഡ്സ് യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നു. ദെൻ they are well distributed in all tissues. നമ്മുടെ CSF-ൽ വരെ എന്താ CSF സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൽ വരെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. പിന്നെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? സൾഫണമൈഡ്സ് മെറ്റബിലൈസ് ചെയ്യുന്ന മെത്തേഡ് എന്താണ്? they are metabolized by acetylation. they are metabolized by acetylation ആണ് അവരുടെ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? then next one is adverse effects. നമുക്ക് അറിയാവുന്ന കുറച്ച് adverse effects ഒന്ന് പറഞ്ഞേ. adverse effect, ക്രിസ്റ്റലൂറിയ അറിയാലോ? ക്രിസ്റ്റലൂറിയ അറിയാലോ? പൊതുവെ സൾഫണമൈഡ്സ് യൂസ് ചെയ്യുന്ന സമയം ക്രിസ്റ്റലൂറിയ ഉണ്ടാവും. ക്രിസ്റ്റലൂറിയ ഡ്യൂ ടു precipitation of acetylated form of sulfonamides. ഓക്കെ, സോ acetylation മെത്തേഡിൽ കൂടെ നമുക്ക് കിട്ടുന്നതാണ് acetylated sulfonamide. സോ acetylated ആയിട്ടുള്ള ഫോം എന്താണ്? നമ്മുടെ ബോഡിയിൽ അത് അക്യൂമുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരു ടോക്സിസിറ്റി ആണ്. ഓക്കെ, then allergic reactions. Allergic reactions എന്താണ്? Fever, skin rash, serum sickness and cutaneous photosensitization. Okay, so allergic reactions ഞാൻ പറഞ്ഞില്ലേ, allergic reactions are fever, skin rash, serum sickness and cutaneous photosensitization. Okay,
ഓക്കെ, സോ അലർജിക് റിയാക്ഷൻസ് എന്തൊക്കെയാണ്? ഒന്ന് ഫീവർ, സ്കിൻ റാഷ്, സെറം സിക്നസ് ആൻഡ് ക്യൂട്ടേനിയസ് ഫോട്ടോസെൻസിറ്റൈസേഷൻ. ക്യൂട്ടേനിയസ് ഫോട്ടോസെൻസിറ്റൈസേഷൻ. നെക്സ്റ്റ് ഈസ് ക്രിസ്റ്റലൂറിയ. ക്രിസ്റ്റലൂറിയ എന്ന് പറയുന്നത് എന്താണ്? അസൈറ്റേറ്റഡ് ഫോം ബോഡിയിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷനാണ് ക്രിസ്റ്റലൂറിയ. ഇമ്പോർട്ടന്റ് ആണ്, സ്പെസിഫിക് ടോക്സിസിറ്റി ആണ്. ഇറ്റ് ഈസ് ഹീമോപോയറ്റിക് ടോക്സിസിറ്റി, ഗ്രാനുലോസൈറ്റോസിസ് ആൻഡ് ത്രോംബോസൈറ്റോപീനിയ. G6PD ഡെഫിഷ്യൻസി ഉള്ള പേഷ്യൻസിൽ ഹീമോലൈറ്റിക് അനീമിയ, അതും ഇമ്പോർട്ടന്റ് ആണ്. കെർനെക്ട്രസ് ഇൻ ന്യൂ ബോൺ. ഓക്കെ, ഇനി ഓരോന്നിന്റെയും കോമ്പിനേഷൻസ് ഉണ്ട്. സൾഫാഡയസിൻ 2 നേരം കൊടുക്കാം, 0.5 to 2 gram. സൾഫാമെത്തോക്സോളും 0.5 to 1 gram. സൾഫാസാലസിൻ 0.5 to 1 gram. സിൽവർ സൾഫാഡയസിൻ 1% ബേൺസിനാണ് ഉപയോഗിക്കുന്നത്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിനൊക്കെ ഉപയോഗിക്കും. നോകാർഡിയോസിസ്, ടോക്സോപ്ലാസ്മോസിസ്, ട്രക്കോമ, ഇൻക്ലൂഷൻ, കൺജങ്ക്റ്റിവൈറ്റിസ്, ലിംഫോഗ്രാനുലോമ വെനീറം, അൾസറേറ്റീവ് കൊളൈറ്റിസ്. സൾഫാസെറ്റമൈഡ് നമ്മൾ കണ്ണിൽ ഉപയോഗിക്കും. സിൽവർ സൾഫാഡയസിൻ ബേൺസിന് ഉപയോഗിക്കും. ക്ലോട്രൈമോക്സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേ ആർ ഫസ്റ്റ് ഒരു കോമ്പിനേഷൻ ഡ്രഗ് ഞാൻ പറയാം, കോട്രൈമോക്സോൾ. കോട്രൈമോക്സോളിന്റെ കോമ്പിനേഷൻ എന്താണ്? 5:1 റേഷ്യോയിൽ സൾഫാമെത്തോക്സോളും ട്രൈമെത്തോപ്രിനും യൂസ് ചെയ്യുന്നതാണ് കോട്രൈമോക്സോൾ. ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി ഉണ്ട്, ഇഫക്റ്റീവ് അഗെയിൻസ്റ്റ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. സൾഫാമൈഡ് പറയുമ്പോഴേ ആലോചിക്കുക, ഒരു ബ്രോഡ് സ്പെക്ട്രം ആണ് കേട്ടോ. Then Staphylococcus aureus, Streptococci, Meningococci, C. diphtheria, E. coli, Proteus, Salmonella, Shigella. ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. ഓക്കെ, മെക്കാനിസം എന്താണ്? സൾഫാമെത്തോക്സോൾ ട്രൈപ്രതോപ്പിൻ കോമ്പിനേഷൻ ആണ്. ഇത് 2 സീക്വൻഷ്യൽ സ്റ്റെപ്പിൽ ആക്ട് ചെയ്യും. നമ്മൾ പറഞ്ഞു പാബയിലാണ് ഇവൻ ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവിടെ ഫോളിക് ആസിഡ് സിന്തേസിനെ സൾഫാമെത്തോക്സോൾ ഇൻഹിബിറ്റ് ചെയ്യും. ദെൻ ഈ ഡൈഹൈഡ്രോഫോളിക് ആസിഡ് ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ് ആവുന്ന സ്റ്റെപ്പിൽ ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്ടേസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്ടേസ് ഇൻഹിബിറ്റ് ചെയ്യാണ് ട്രൈമെത്തോപ്രിൻ ചെയ്യുന്നത്. അപ്പൊ 2 സീക്വൻഷ്യൽ സ്റ്റെപ്പിൽ ബ്ലോക്കിംഗ് വരുന്നത് കൊണ്ട് തന്നെ ഇത് ഇൻഡിവിജ്വലി അത് ബാക്ടീരിയോസ്റ്റാറ്റിക്കും, ഒരുമിച്ച് കൊടുക്കുമ്പോൾ സിനർജിസ്റ്റിക് ആയിട്ട് ബാക്ടീരിയസിഡലും ആയിട്ടാണ് വരുന്നത്. ദെൻ സൾഫോമെത്തോക്സോൾ ഇതെന്ത് ചെയ്യും? Folic acid synthetase. Sulfamethoxazole will inhibit the enzyme folic acid synthetase. So PABA എന്തായിട്ട് മാറില്ല? ഡൈഹൈഡ്രോഫോളിക് ആസിഡ് ആയിട്ട് മാറില്ല. നെക്സ്റ്റ് ഈസ് ട്രൈമെത്തോപ്രിൻ. ട്രൈമെത്തോപ്രിൻ will inhibit the enzyme dihydrofolate reductase. So dihydrofolic acid tetrahydrofolic acid. Okay, so next is pharmacokinetics. Well absorbed oral administration, well absorbed ആണ്. കോട്രൈമോക്സോൾ ബോഡി ടിഷ്യൂസ് CSF വരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ലിവറിൽ മെറ്റബോളൈസ് ചെയ്യുന്നു ത്രൂ അസറ്റൈലേഷൻ, എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ. GI ഡിസ്റ്റർബൻസ് ഉണ്ടാകും, സ്കിൻ റാഷ് ഉണ്ടാകും, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകും, ബോൺ മാരോ സപ്രഷൻ, ഗ്രാനുലോസൈറ്റോസിസ്, ലൂക്കോപീനിയ, ന്യൂട്രോപീനിയ ഉണ്ടാകും. സൾഫാമെത്തോക്സോൾ 400 mg ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ട്രൈമെത്തോപ്രിൻ 80 mg കൊടുക്കുള്ളൂ. കാരണം എന്താണ്? 80 × 5 എത്രയാ? 400 അല്ലെ? 5:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് കൊടുക്കേണ്ടത്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷന്, ബാക്ടീരിയൽ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസിലൊക്കെ കൊടുക്കും. ന്യൂമോസിസ്റ്റിക് ജിറോവക്കി ഇൻഫെക്ഷൻ, ചാൻസ്റോയിഡ്, ടോക്സോപ്ലാസ്മോസിസിലൊക്കെ നമുക്ക് ഇവനെ കൊടുക്കാം. നെക്സ്റ്റ് ഈസ് നാലിഡിസിക് ആസിഡ്. നാലിഡിസിക് ആസിഡ് എന്താ? ഒരു ക്വിനോളിൻ ഡെറിവേറ്റീവ് ആണ്. ഈ കോളേബം നാലിഡിസിക് ആസിഡ് നമ്മൾ എന്തിനാ കൊടുക്കുന്നത്? യൂറിനറി ഇൻഫെക്ഷൻസിനൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? സോ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിനും ഡയറിയയിലും കൊടുക്കുന്നതാണ് നാലിഡിസിക് ആസിഡ്. ഒരു ക്വിനലോൺ ഡെറിവേറ്റീവ് ആണ്. നാലിഡിസിക് ആസിഡ് ഈസ് എ ക്വിനലോൺ ഡെറിവേറ്റീവ്. ഓക്കെ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ, ഈ കോളൈ, ഷിജില്ലോ, പ്രോട്ടിയസ്, ക്ലെപ്സില്ലയ്ക്കൊക്കെ ഇഫക്റ്റീവ് ആണ്. ഇറ്റ് ഈസ് ബാക്ടീരിസിഡൽ, ആക്ട് ബൈ ഇൻഹിബിറ്റിംഗ് DNA ഗൈറേസ്. മറ്റുള്ള ക്വിനലോൺസിനെ പോലെ തന്നെ, ഫ്ലൂറോക്വിനോൾസിനെ പോലെ തന്നെ നാലിഡിസിക് ആസിഡും DNA ഗൈറേസിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ദെൻ അഡ്വേഴ്സ് ഇഫക്ട്, നോസിയ, വോമിറ്റിംഗ്, ഡയറിയ, അലർജിക് റിയാക്ഷൻസ്, പ്രൂറൈറ്റിസ്, യൂട്ടിക്കാരിയ, ഫോട്ടോ സെൻസിറ്റിവിറ്റി, CNS ഇഫക്ട് എന്നൊക്കെ, ഹെഡേക്ക്, മലേസ്, ഡ്രൗസിനെസ്. പ്രിപ്പറേഷൻസ് യൂഷ്വലി ടാബ്ലറ്റും സിറപ്പും ആയിട്ട് അവൈലബിൾ ആണ്. 4 ഗ്രാം നമുക്ക് ഡെയിലി പല 4 ഡോസായിട്ടോ ഡിവൈഡഡ് ഡോസിലായിട്ടോ 4 ഗ്രാം വരെ നാലിഡിസിക് ആസിഡ് ബോഡിയിലേക്ക് കൊടുക്കാം. കുട്ടികളിലാണെങ്കിൽ അവരുടെ വെയിറ്റ് അനുസരിച്ചിട്ടാണ്. 50
55 mg 1 കിലോ ഉള്ള ഒരാൾക്ക് പരമാവധി 55 mg വരെ നമുക്ക് കൊടുക്കാം. 1 kg, so 55 mg per kg ആണ് ചിൽഡ്രനിലെ ഡോസ്. യൂറിനറി ഇൻഫെക്ഷൻസിലും ഡയറിയയിലും കൊടുക്കുക. നെക്സ്റ്റ് ഈസ് ഫ്ലൂറോക്വിനോൾസ്. ഫ്ലൂറോക്വിനോൾസ് പറയുമ്പോൾ ആലോചിക്കാൻ മെക്കാനിസം എന്താണ്? ദേ വിൽ ഇൻഹിബിറ്റ് ദ എൻസൈം DNA ഗൈറേസ്, അതേപോലെ ടോപ്പോ ഐസോമറൈസ് 4നെയും ഇൻഹിബിറ്റ് ചെയ്യും. ഇതാണ് യൂഷ്വലി ആൻഡ് ദർ ആക്ഷൻ ഈസ് ബാക്ടീരിയസിഡൽ. They are bactericidal in action. Okay, they are bactericidal. Fluoroquinones are bactericidal in nature. Okay, so fluoroquinones are synthetic fluorinated analog of nalidic acid. And fluorinated analog ആണ് wide spectrum bactericidal, minimum side effect, നല്ല tissue penetration, adequate therapeutic blood levels എത്തും. ഈ ഫ്ലൂറോക്വിനോൾസ് തന്നെ 2 ജനറേഷൻ ഉണ്ട്. ഏതൊക്കെയാ? ഫസ്റ്റ് ജനറേഷനും ഉണ്ട്, സെക്കൻഡ് ജനറേഷനും ഉണ്ട്. ഫസ്റ്റ് ജനറേഷന്റെ എക്സാമ്പിൾ ആണ് norfloxacin, ciprofloxacin, then pefloxacin, ofloxacin. Okay, norfloxacin, ciprofloxacin and ofloxacin. First generation ciprofloxacin, ofloxacin and pefloxacin. Next is second generation moxifloxacin, gatifloxacin, sparfloxacin, then lomifloxacin, levofloxacin. Okay, so levofloxacin, lomifloxacin, sparfloxacin, gatifloxacin, gemifloxacin and moxifloxacin. Okay, next is mechanism inhibit topoisomerase for DNA gyrase. DNA gyrase ne inhibit cheyyumbo adu DNA replication തടയുന്നു. Topoisomerase ne inhibit cheyyumbo ആ replicate ചെയ്യുന്ന DNA നെ എന്ത് ചെയ്യുന്നു? അത് ആ സെപ്പറേഷൻ പ്രിവെന്റ് ചെയ്യുന്നു. ഓക്കെ, ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള E. coli, പ്രോട്ടിയസ്, ക്ലെപ്സില്ല, ഷിജില്ല, എന്റിറോബാക്ടർ, എച്ച് ഇൻഫ്ലുവൻസ, എച്ച് ഡുക്രൈ. ഓക്കെ, എച്ച് ഡുക്രൈ ഇതൊക്കെ അതെന്താണ്? ആക്റ്റീവ് ആണ്. കഴിഞ്ഞ ദിവസം MCQ പറയുമ്പോൾ ഞാൻ ഡുക്രൈയുടെ കാര്യം പറഞ്ഞായിരുന്നു കേട്ടോ. എച്ച് ഡുക്രൈ, ക്ലെപ്സെല്ല, ഷിജില്ല, എന്റിറോബാക്ടർ, എച്ച് ഇൻഫ്ലുവൻസ, E. coli, പ്രോട്ടിയസ് ഒക്കെ ആലോചിക്കുമ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് കേൾക്കുമ്പോൾ E. coli വരണം. Then Klebsiella, Shigella, H. ducrei, Enterobacter, H. influenza. Then gram positive ആണ്. gram positive ആയിട്ടുള്ള ബാക്ടീരിയ ഏതാണ്? Staphylococci. gram positive Staphylococci. മറ്റ് ഓർഗാനിസംസ് ലെജിയോണല്ലേ, ക്ലാമിഡേ, മൈക്കോപ്ലാസ്മ, ട്യൂബർകുലോസിസിലൊക്കെ ആക്ഷൻ ഉണ്ട്. Then pharmacokinetics. Pharmacokinetics are well absorbed after oral administration and are widely distributed. Okay, so orally നമുക്ക് കൊടുക്കാം, നന്നായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. ആൻഡ് ഫുഡ് കഴിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ 4 മണിക്കൂറിന് ശേഷമോ വേണം നമ്മൾ എന്ത് കഴിക്കാൻ? ഫ്ലൂറോക്വിനോൾസ് കഴിക്കാൻ. 2 hours before food or 4 hours after food. കാരണം ഫുഡോ ആന്റാസിഡോ ഉണ്ട് എങ്കിൽ അത് അബ്സോർപ്ഷൻ കുറയ്ക്കും. ഓക്കെ, സോ ഫ്ലൂറോക്വിനോൾസ് കൊടുക്കുന്ന സമയം 2 hours before അല്ലെങ്കിൽ 4 hours after food. കാരണം ഫുഡ് അല്ലെങ്കിൽ ആന്റാസിഡ് will decrease the absorption of fluoroquinols. Then they are metabolized by hepatic microsomal enzymes. So microsomal enzyme എന്ന് പറയുന്നത് ഇൻഹിബിറ്റേഴ്സ് ആണ്. ഡ്രഗ് ഇന്ററാക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം മൈക്രോസോമൽ എൻസൈംസ് ആണ്. ഹെപ്പാറ്റിക് മൈക്രോസോമൽ എൻസൈംസ് ഉണ്ട്, അവർ മൈക്രോസോമൽ എൻസൈം ഇൻഹിബിറ്റേഴ്സ് ആണ്. ഓക്കെ, സോ ദേ ആർ എക്സ്ക്രീറ്റഡ് ബൈ കിഡ്നീസ്. Adverse effects on the nausea, vomiting, diarrhea, allergic reactions, skin reactions of all type, musculoskeletal tendinitis, tendon rupture and cartilage damage. Tendinitis, tendon rupture and cartilage damage. CNS effect, headache, dizziness, insomnia, confusion, hallucination and convulsion. Pregnancy. Fluoroquinols pregnancy എന്താണ്? Contraindicate, should not be given in pregnancy. CNS effect, headache, dizziness, insomnia, confusion, hallucination, convulsion, tendinitis, tendon rupture ആവാം, cartilage damage ആവാം, എല്ലാ തരത്തിലുള്ള സ്കിൻ റാഷസും ഉണ്ടാകാം. Urinary tract infection, typhoid fever, bacterial diarrhea, respiratory tract infections, bone, joint, soft tissue infections, bacterial prostatitis, cervicitis, tuberculosis, eye infection, sexually transmitted disease, anthrax, prophylaxis and treatment. ഇത്രയും കാര്യത്തിന് നമുക്ക് ഫ്ലൂറോക്വിനോൾസ് യൂസ് ചെയ്യാം. ഇതിനകത്ത് ഓരോ ആൾക്കാരെയും നോക്കാം. ഏറ്റവും ആദ്യം
സിപ്രോഫ്ലോക്സാസിൻ ഈവൻ ദോ വൈഡ് റേഞ്ച് ആണെങ്കിലും സിപ്രോഫ്ലോക്സാസിൻ കൂടുതലായിട്ടും എയ്റോബിക് ആയിട്ടുള്ള ഗ്രാം നെഗറ്റീവ് ബാസിൽ ഈ കോളായി അല്ലെങ്കിൽ നിസേരിയയ്ക്ക് ഇഫക്റ്റീവാണ്, മോർ ആക്റ്റീവ് എഗൈൻസ്റ്റ് എയ്റോബിക് ഗ്രാം നെഗറ്റീവ് ബാസിലെ ആയിട്ടുള്ള ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ഈ കോളായി അതുപോലെ തന്നെ നിസേരിയ. ഓക്കെ, നിസേരിയയുമായിട്ട് കുറച്ചും കൂടുതൽ എന്താ പറയുക സെൻസിറ്റിവിറ്റി ഉണ്ട്. റാപ്പിഡ്ലി അബ്സോർബ്ഡ് ഓറലി, ഓറൽ ബയോ അവൈലബിലിറ്റി എത്രയാണ് 60-80% വരെ എടുക്കുന്നുണ്ട്. പ്രോട്ടീൻസിനോട് 30% ബൗണ്ട് ആണ്. പാർട്ട്ലി മെറ്റബിളൈസ്ഡ് ആൻഡ് എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ, യൂറിനെ കൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്നു, പകുതിയോളം മെറ്റബിളൈസ് ചെയ്യുന്നു. GI ഡിസ്റ്റർബൻസ്, ഡിസിനസ്, ഹെഡേക്ക്, റെസ്റ്റ്ലെസ്നെസ് ആൻഡ് സ്കിൻ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ടെൻഡിനൈറ്റിസ്, അതേപോലെ ടെൻഡോൺ റപ്ചറും അഡ്വേഴ്സ് റിയാക്ഷൻസ് ഉണ്ട്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, ഗോണറിയ, ബാക്ടീരിയൽ gastroenteritis, typhoid, respiratory infections, conjunctivitis, bone soft tissue wound infection and gynecological infections കൊടുക്കും സിപ്രോഫ്ലോക്സാസിൻ. 250 മുതൽ 750 mg വരെ ട്വൈസ് ഡെയിലി. IV ആണെങ്കിൽ 100 to 200 mg. അപ്പം IV 100 to 200, ഓറൽ 250 മുതൽ 780 വരെ നമുക്ക് കൊടുക്കാം. 2 times ആയിട്ട് വേണം ഒരു ദിവസം കൊടുക്കാൻ. ഓക്കെ, നെക്സ്റ്റ് നോർഫ്ലോക്സാസിൻ എടുക്കാം. നോർഫ്ലോക്സാസിൻ സിപ്രോഫ്ലോക്സാസിനേക്കാളും സിവിയർ ആണ് അല്ലെങ്കിൽ പൊട്ടന്റ് ആണ്. ഓക്കെ, സോ ടിഷ്യൂസിൽ ലോവർ കോൺസെൻട്രേഷൻ അറ്റൈൻ ചെയ്യുന്നു. പ്രധാനമായിട്ടും യൂറിനറി ഇൻഫെക്ഷൻസ്, ജെനാറ്ററി ഇൻഫെക്ഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ബാക്ടീരിയൽ ഡയറിയ, ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഡയറിയ കേസിൽ നോർഫ്ലോക്സാസിൻ അടിപൊളിയായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് കേട്ടോ. സോ നോർഫ്ലോക്സ് 200-400 എന്നൊക്കെ പറഞ്ഞാൽ അവൈലബിൾ ആണ്. സോ മാക്സിമം 400 mg നമുക്ക് കൊടുക്കാം, BD ആയിട്ട് കൊടുക്കാം, ഓറലി കൊടുക്കാം. അപ്പൊ 200 ആണെങ്കിൽ ഡെയിലി 2, 400 ആണെങ്കിൽ ഡെയിലി വൺസ് കൊടുക്കാം. നെക്സ്റ്റ് ഈസ് ഫ്ലഫ്ലോക്സാസിൻ. സോ അത് നോർഫ്ലോക്സാസിന്റെ മീഥൈൽ ഡെറിവേറ്റീവ്. അപ്പം സിപ്രോഫ്ലോക്സാസിനേക്കാളും സ്ട്രോങ്ങർ ആണ് നോർഫ്ലോക്സാസിൻ. മീഥൈൽ ഡെറിവേറ്റീവ് ഓഫ് നോർഫ്ലോക്സാസിൻ ആണ് നമ്മൾ പെഫ്ലോക്സാസിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ലിപ്പിഡ് സോൾയുബിൾ ആൻഡ് കംപ്ലീറ്റ്ലി അബ്സോർബ്ഡ്. അഡ്വാൻറ്റേജ് എന്താ? ബെറ്റർ ടിഷ്യൂ പെനിട്രേഷൻ, ഹയർ പ്ലാസ്മ കോൺസെൻട്രേഷൻ, higher CSF concentration, longer plasma half-life. It is effective in many systemic infections and the urinary, GI അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് പെഫ്ലോക്സാസിൻ ഉപയോഗിക്കാം. ഹയർ ആയിട്ടുള്ള ഒരു CSF കോൺസെൻട്രേഷൻ, ലോങ്ങർ ഹാഫ് ലൈഫും ഉണ്ട്. ഓക്കെ, ഒന്നെങ്കിൽ 400 mg ട്വൈസ് ഡെയിലി ആയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ 400 mg IV ആയിട്ട് കൊടുക്കണം. അടുത്ത ഓഫ്ലോക്സാസിൻ. ക്ലമിഡിയ അല്ലെങ്കിൽ മൈക്കോപ്ലാസ്മയാണ് പ്രധാനമായിട്ടും ആക്ടിവിറ്റി എഗെയിൻസ്റ്റ് ആയിട്ട് കിട്ടുന്ന 2 ഓർഗാനിസംസ്. അതേപോലെ ഓഫ്ലോക്സാസിൻ ട്യൂബർകുലോസിസിനും ലെപ്രയ്ക്കും ആക്റ്റീവാണ്. ക്രോണിക് ബ്രോങ്കൈറ്റിസ്, റെസ്പിറേറ്ററി അല്ലെങ്കിൽ ENT ഇൻഫെക്ഷൻസിന് ഉപയോഗിക്കാം. 200 മുതൽ 400 mg വരെ. ഓഫ്ലോക്സ് 200, ഓഫ്ലോക്സ് 400 എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട് അല്ലേ. ട്വൈസ് ഡെയിലി, യൂസ്ഫുൾ ഇൻ സിസ്റ്റമിക് ഇൻഫെക്ഷൻസ് ആൻഡ് ക്രോണിക് ബ്രോങ്കൈറ്റിസ്. ഇത്രയും നമ്മൾ പറഞ്ഞ ഓർഗാനിസംസ് ഫസ്റ്റ് ജനറേഷൻ ആണ് കേട്ടോ. Norflox, Ciplox, and Oflox and Teflox. Next is Levoflox, Levo isomer of ofloxacin. കണ്ടോ, Levofloxacin, Levo isomer of ofloxacin. Bio availability 100% ആണ്. ഓറൽ അല്ലെങ്കിൽ IV ഡോസ് സിമിലർ ആണ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ കമ്മ്യൂണിറ്റി അക്വയർഡ് ന്യൂമോണിയ. ദെൻ ബ്രോങ്കൈറ്റിസ് ഒക്കെ എക്സാസബറേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ടല്ലോ. സോ അത്തരം കണ്ടീഷൻസിലും എക്സാസബറേഷൻസ് ഓഫ് ക്രോണിക് ബ്രോങ്കൈറ്റിസ് അറിയാനും ലിവോഫ്ലോക്സ് കൊടുക്കാം. ദെൻ 500 mg വൺസ് ഡെയിലി ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. 500 mg വൺസ് ഡെയിലി ആയിട്ട് വേണം കൊടുക്കാനായിട്ട്. ആൻഡ് ഇറ്റ് ഈസ് സഫീഷ്യൻറ്റ്. ഓക്കെ, ഒന്ന് ഹോൾഡ് ചെയ്യണം.
Okay, so levofloxacin is the drug. It is a lever isomer of ofloxacin. Oral bioavailability is 100% ആണ് കേട്ടോ. ലിവോഫ്ലോക്സ് ഒക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 100% ഓറൽ ബയോഅവൈലബിലിറ്റി കിട്ടാറുണ്ട്. ഓറലും IV ഡോസും രണ്ടും